ഓക്കെ, അപ്പൊ ഒരു അടിപൊളി തകർപ്പൻ പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പെർഫോമൻസിലേക്ക് പോണതിന് മുന്നേ ആസിഫിക്ക ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ആസിഫിക്ക ഒരുപാട് സ്ലാങ്ങിലുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? തൃശ്ശൂർ സ്ലാങ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഒഴിമുറിയില് ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ് ഇക്ക? പിന്നെ കണ്ണൂർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ടഫ് ഏതായിരുന്നു? ഏത് സ്ലാങ് പഠിക്കാനായിരുന്നു ടഫ് ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു. പക്ഷെ അത് മധുപാൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇടുക്കി ചെയ്യാൻ ഒരു ഇച്ചിരി, അതായത് ഞാൻ തൊടുപുഴക്കാരനാണ്, പക്ഷെ എന്റെ സ്കൂൾ മുതൽ ഞാൻ എറണാകുളമൊക്കെ ആയിട്ട് നിന്നു. കൂടുതലും ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്നാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഇടുക്കി സ്ലാങ് മിസ്സിംഗ് ആണ്, ഞാൻ അറിയാം. അപ്പൊ അത് ഒരു ഇച്ചിരി കറക്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ കെട്ടിയോളാണ് എന്റെ മാലാഖയിലാണ് അത് ട്രൈ ചെയ്തത്. ആ സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എക്സാക്ട്ലി സംസാരിക്കുന്നത് ആ സ്ലാങ്ങിലാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ അല്ലേ? കൊറേ സമയം എടുത്തതായിരുന്നു അല്ലേ? കൊടുങ്ങല്ലൂർ പഠിക്കാൻ കുറെ സമയം, കുറച്ചധികം എടുത്തായിരുന്നു. സമീകോയ്ക്ക് വേണ്ടിട്ട് അത് ഞാൻ പറഞ്ഞത് നെസ്ലിന്റെ സിനിമ കണ്ടാണ് അത് പഠിച്ചത്. എന്താണ് ആ സാധനം? ഓക്കെ, അപ്പോ ആസിഫിക്കയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് വരാൻ പോവാണ്. കണ്ണടച്ചു നിന്നോ, നേരെ നോക്കി കണ്ണടച്ചു നിന്നോ. ആ സർപ്രൈസ് ഇപ്പൊ വന്ന് ആസിഫിക്കയുടെ കണ്ണ് പൊത്തും. ഇനി വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ, ഇത് ആരായിരിക്കും ഇക്ക? ആരാണേലും വിറക്കുന്ന കൈ. റിൻസി. പറഞ്ഞു കൊടുത്തല്ലേ, ഞങ്ങൾ ബിൽഡപ്പ് ഒക്കെ ഇട്ട് വരും. ഞാൻ ശബ്ദം കേട്ടാ മനസ്സിലാവുമെന്ന് പിന്നെ റിൻസിയുടെ ശബ്ദം കേട്ടാ സ്ലീവാച്ചന് മനസ്സിലാവാതിരിക്കും. അയ്യോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സ്ലാങ്ങിൽ ഒന്ന് സംസാരിക്കോ? എനിക്ക് ആ സ്ലാങ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് നോർമൽ ഞാൻ സംസാരിക്കുന്ന സ്ലാങ്ങിൽ തന്നെ പക്ഷെ തിരിച്ച് മറുപടി കൊടുത്താ മതി. ഓ, ഞാനിനി എന്നാ പറയാനാ ഈ കൊച്ചിനോട്? കൊച്ചു പറ വച്ചേ, എന്ത് പറയാനാ? അതാ സമയം കഴിഞ്ഞപ്പോ മറന്നുപോയി. അയ്യോ. ഓക്കെ, വീണ ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ. ഇപ്പൊ ദാ ഒരു നായിക അവിടെ ഇരിപ്പുണ്ട്, അടുത്ത നായികയെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആസിഫിക്കയുടെ കൂടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ? കെട്ടിയോളാണ് എന്റെ മാലാക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റേതായിട്ടുള്ളൊരു ഫസ്റ്റ് സിനിമയായിരുന്നു അത്. അപ്പോൾ ആസിഫ് ആക്ച്വലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ആസിഫിന്റെ അല്ല, കറക്റ്റാണ്. ആസിഫിന്റെ സീൻസ് ഇല്ലെങ്കിൽ പോലും ഇപ്പൊ എന്റെ മാത്രമായിട്ട് ഒരു ഷോട്ട് ആണെങ്കിൽ അവിടെ ആസിഫിന്റെ ആവശ്യമില്ലെങ്കിൽ ആസിഫ് അവിടെ ഇരുന്ന് ഡയലോഗ് പറഞ്ഞ് അങ്ങനെ ഒക്കെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നൈസ്. ഓക്കെ, ഇക്കയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മൂവി ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ലുക്കില്, ആ ഒരു സ്ലാങ്ങില്. അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ടാവല്ലോ, ബിക്കോസ് ഭാര്യ ഭർത്താവ് ഒരു ബന്ധം നമ്മൾ കാണിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു. എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ട് അഭിനയിച്ചപ്പോ ആ ഒരു സിനിമയില്? വീണയ്ക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് വീട്ടിലെ സീക്വൻസസ് ആണ്. പ്രിൻസി കല്യാണം കഴിഞ്ഞ് വരുന്നതും ലീവാച്ചനായിട്ട് അടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ അത് ആ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്തു. പേടി സത്യമായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു എന്താ പറയാ, വീണയുടെ ഒരു ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും നമുക്ക് ആ സിനിമ കാണാൻ തോന്നില്ല. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. കാര്യം എന്നെയും ഒത്തിരി ആളുകൾ ഇപ്പോഴും കാണുമ്പോൾ, പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സ് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ സ്ലീവാച്ചൻ റിൻസിയുടെ അടുത്ത് പോയി കുറ്റസമ്മതം നടത്തുന്നതും, അപ്പൊ ഒരു ഭയങ്കര സിനിമാറ്റിക് ആയ എൻഡിങ് ഒന്നും അല്ല, സിനിമാറ്റിക് ആയ ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല, ഭയങ്കര ഒറിജിനൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. എന്നിട്ടും ആളുകൾക്ക് എല്ലാവർക്കും ആ ക്ലൈമാക്സ് വർക്കായി, ഒത്തിരി പേര് ഇമോഷണലി കണക്ട് ആയി. അപ്പൊ അതൊരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഓർഗാനിക് ആണ് ആ സിനിമ. എനിക്കാണെങ്കിൽ ഇപ്പോഴും എവിടെ പോയാലും എന്നോട് ഫസ്റ്റ് റിൻസി സ്ലീവാച്ചൻ എവിടെയെന്നാണ് പുറത്തുനിന്ന് ആൾക്കാർ എപ്പോഴും കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്. ഓ, ഓക്കെ. ധ്യാൻ ചേട്ടാ, ധ്യാൻ ചേട്ടൻ ഇങ്ങനെ ഡിഫറെന്റ് സ്ലാങ്ങിൽ ഏതായിരിക്കും ചെയ്തിട്ടുണ്ടാവാ? ധ്യാൻ ചേട്ടൻ ഞാൻ ഒരു സ്ലാങ് ഒരു ലുക്കില് ഇത്രയും പടം ചെയ്ത് വേറെ ഞാൻ മാത്രമേ ഒറ്റ സ്ലാങ് ഒരു ഡിഫറെന്റ് സ്ലാങ്ങും പിടിച്ചിട്ടില്ല. ഇല്ല. ധ്യാൻ ചേട്ടൻ കൂടെ അഭിനയിച്ച ലിപ്പ് ഇതുപോലെ ഏറ്റവും നല്ലൊരു നായിക ഏതായിരിക്കും? ആസിഫ് ഖാനെ പോലെ ഞാൻ നായികമാരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന നായകനല്ല. അതെന്താ? അല്ല, ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല പൊതുവെ. അല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. സിനിമ പയ്യെ തീർന്നാ മതി ഷൂട്ടിംഗ് അല്ലേ?
ഓക്കെ, അപ്പൊ സ്ലീവാച്ചാ റിൻസിക്ക് വേണ്ടി നമ്മൾ ആ ലെവൽ ക്രോസ് സെഗ്മെന്റ് നടത്താൻ പോവാണ്. ഓക്കെ. അപ്പൊ റിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ സ്ലീവാച്ചൻ ഇവിടെ നിൽക്കണം പ്ലീസ്. ശരി, ഏത് കണ്ണു നോക്കിയിരിക്കാണ്? അല്ലല്ല, ഇത് വേറെ ടാസ്ക്. ഇത് ഒറ്റയ്ക്കുള്ള ടാസ്ക് ആണ്. എന്നാലാണ് ഈ ക്രോസ് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടാസ്ക് തരട്ടെ? ഓക്കെ വീണ ചേച്ചി, ഇതില് ടാസ്കുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിക്കാം. അതിൽ ഏത് ടാസ്ക് ആണോ അത് ചേച്ചി ചെയ്യണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ വീണ ചേച്ചിക്ക് കിട്ടുന്ന ടാസ്ക് ലെവൽ ക്രോസ് സെഗ്മെന്റിൽ ഈ പാട്ടൊന്ന് പാടുക. ഓക്കെ, ചെറിയ പാട്ടാ, ഒന്ന് വായിച്ചു നോക്കൂ. താരിത്തക്കിടി നക്കിളി മുക്കിളി തൊട്ട് കിണക്കണ കടലിൻ കുട്ടികൾ അക്കരെ ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ. ഇത് കഴിയണവരെ ഞാൻ ഇവിടെ നിൽക്കണോ? ഇല്ല, ഇരിക്കാലോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് വായിക്കറിയില്ല. ഓക്കെ, എന്നാ പിന്നെ അറിയുന്ന ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുത്താം. अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें हैं कौन सी, न वो समझ सके न हम, मुबारक है तुम्हें कि तुम किसी के दूर हो गए, किसी के इतने पास हो कि सबसे दूर हो गए, अजीब दास्तां है ये. അടിപൊളിയായിട്ട് പാടി. പെട്ടെന്ന് സ്ലീവാച്ചനെ കണ്ടപ്പോ ഈ പാട്ട് ഓർമ്മ വന്നായിരിക്കും അല്ലേ? അങ്ങനെ ആണോ? കിത്നെ ദൂർ ഹോ ഗയേ. ഓക്കെ, വെൽക്കം ചേച്ചി.